മാത്രം കണ്ടാ പോരെ. പിന്നിലൂടെ കണ്ട മുന്നിലൂടെ വരിക. അപ്പുറത്തായിട്ട് തരുന്നു. പൊത്തപ്പം തരുന്ന ആരും തന്നില്ല. അനുഭവിച്ചില്ല. അല്പം കിട്ടിയ 60 വേണം തോന്നിപ്പോ. കർമ്മത്തിനായത് ഇല്ല, അമൃതായിട്ട്. പൊത്തപ്പം തരുമ്പോ സന്താനങ്ങൾ ഒമ്പന്നാലും മാതാപിതാക്കൾ ഒമ്പന്ന് അനുഭവിക്കാം. ഇത് പ്രധാനമായിട്ടായിരുന്നു. മറ്റുള്ളടത്ത് പറ്റില്ല. വേണോ ഇത്രയുണ്ട സന്താനങ്ങളുണ്ട മുത്തപ്പം കൊടുത്ത് എല്ലാവരും പത്തും. പത്തമ്പാണ് കൊടുത്ത് തത്വമില്ല. ഉണ്ണി കുറിച്ചാൽ ഉണ്ണിക്കൂട്, പന്നി കുറിച്ചാൽ പന്നിക്കൂട. കറുത്ത് കിട്ടിയ പോലെ കൊടുക്കുക. സന്താനം കണ്ട നമ്മുടെ ഉപരിയായിട്ടുള്ള കാണുമ്പോ സ്വന്തമായിക്കോട്ടെ ഉണ്ടായത്. സ്വത്തൊപ്പം വന്നാലും ഒരു കളിയും കാര്യം ഉണ്ടാവും. തള്ളണത് തള്ളും കൊള്ളണത് കൊടുക്കുകയും ചെയ്യും. അനുഭവിക്കുന്ന അത് കുറിച്ച് വളർന്നവിലാസമൊക്കെ അതെല്ലാം പറയേണ്ട പറയുകയും ചെയ്യും, എല്ലാം കാണുകയും ചെയ്യും. തള്ളണത് തള്ളും കൊള്ളണത് കൊടുക്കും. ഭയമൊന്നുമില്ല. സന്താനങ്ങൾ വിളിച്ചിട്ട് വന്ന് ഗൃഹത്തിൽ വിളിച്ചു വന്നാലെന്താ അവിടെ ഇരിക്കാൻ സാധനം കൊടുക്കണോ, കുടിക്കാൻ ഭോജനം കൊടുക്കണോ? ഇനിയുണ്ടോ വല്ലവരും? വൃത്തിയായില്ലേ? എല്ലാവരും സംഗീതം വാദ്യം സംഗീത പായത്തിനോട് മുത്തപ്പന് അന്ത്യമാണ്. മുത്തപ്പനാണ് വിളി വന്നിരിക്കുമ്പോ പറന്നു പോകുമ്പോ അല്ലെ സോപ്പിലൊരു വിളക്കുണ്ടാവും. അതുപോലെ ആദ്യം അന്ത്യം മുത്തപ്പന് ബാധിനെ കൊണ്ടുപോയാ ബാക്കി ശോഭിച്ചു. നീ അനുഭവിക്കില്ലേ? ഇത് നീങ്ങനെ വാങ്ങിക്കൊണ്ടാക്കി ആഗ്രഹം കൊടുക്കറായിരുന്നു. ഉണ്ണെ മുറിച്ചാ ഉണ്ണിക്കൂട്, പന്നി മുറിച്ചാ പന്നിക്കൂടാ. ഓരോരുത്തർക്കും ഓരോ അഭിനയുണ്ട്, ഓരോ അവസ്ഥകളുണ്ട് ഓരോരുത്തർക്കും. ഓരോന്നിന്റെ ഓരോ ഇതാ, ഓരോ കാര്യത്തിനോടും ഇതിനുണ്ട് അല്ലേ? ദേശം കാത്തിന് ആവത്തൊന്നും കരത്തിലുണ്ടായതുകൊണ്ട് സ്വയം അനുഭവിക്കണമെന്നില്ലല്ലോ അല്ലെ? അനുഭവിക്കില്ല, അലങ്കാരത്തിനും ഉണ്ടാക്കാം. ഓരോ കാര്യത്തിലുണ്ടാവും, ഓരോരുത്തർക്ക് ഇഷ്ടങ്ങളുണ്ടാവും. ഒക്കെ അത് ശിരസിൽ വെക്കണമെന്നൊന്നുമില്ല, കരത്തിലുണ്ടായാലല്ലേ. അപ്പൊ അരി പറഞ്ഞു തീർന്നു. ഒന്ന് കരത്തിലുണ്ട കൊട്ടക്കുട്ടി വെച്ചുകൊണ്ട് അതിൽ അടിമപ്പെട്ടു പോകുന്നില്ലല്ലോ, അനുഭവിക്കണമെന്നില്ലല്ലോ. തപ്പം തന്നാൽ അത് സ്വീകരിക്കേണ്ട മനസ്സ് മതി. ശിരസിൽ വെക്കണോ കരത്തിൽ വെക്കണോ നീ തീരുമാനിച്ചോ. ഗ്രഹത്തിലുണ്ട അന്യാത്ര കൂടി കാണുന്ന പോലെയല്ലല്ലോ അല്ലേ? പറയുന്നൊക്കെ വലുതും പറയാ. സത്യം നിനക്കറിയാലോ. അറിയാം മാറ്റി കൊടുത്തു. നീ പുഷ്പം കഴിപ്പിക്കും. നീ കളിയെല്ലാം വിട്ടില്ല, അപ്പം കാര്യത്തിലുള്ളത്
അല്ലേ ദേഹത്തിന് ദേഹവാദികളെ മുത്തപ്പോകാത്ത അല്ലെ ആപത്തായാലും ആ കൺമുന്നിൽ കണ്ടിട്ട് അല്ലെ തെറ്റി വന്നതാണ് പ്രവൃത്തി പൂർത്തിയാക്കി അല്ലെ കുടുംബാംഗങ്ങളെ വക അല്ലേ പ്രിയപ്പെട്ടവരെ ഷാജി മുത്തപ്പന്റെ ഷാജി മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം 26 വർഷം ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ഒരു അസറ്റാണ് ഷാജി. ആ ഷാജി ഇന്ന് നമുക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റും അതുപോലെ തന്നെ കേരള ഗവൺമെന്റും മറ്റുള്ള പണ്ടുകാലം നമ്മൾ പല പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. മുത്തപ്പൻ്റെ അനുഗ്രഹത്താൽ ആ പൊന്നുമോനെ അനുഗ്രഹിച്ച് ഏൽപ്പിച്ചിരുന്നതിൽ സന്തോഷമുണ്ട്. കുടുംബത്തിലേക്ക് അനുഗ്രഹിച്ചിരുന്നതിൽ സന്തോഷമുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ വക ഒരു ചെറിയൊരു ആദരവ് അത് മുത്തപ്പത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ വളർന്നു ആഗ്രഹമുണ്ട്. അത് മുതലായിരിക്കുന്ന സന്താനം കൽപ്പിച്ചോ മുത്തപ്പൻ്റെ മുതലായിരിക്കുന്ന കുടുംബാംഗം കൽപ്പിച്ചോ മുത്തപ്പന്റെ സാന്നിധ്യത്തിൽ ഇതൊന്നും ധനം കൊണ്ട് നേടാൻ പറ്റാത്ത ഇതിന് മുമ്പേ സ്നേഹബന്ധങ്ങളും അല്ലേ നിരവധി കഷ്ടപ്പെട്ടിട്ട് നേട്ടത്തിന്റെ പല അവസ്ഥകളും ധനം ജീവിക്കാൻ കുടുംബത്തിനെ കാണില്ല ദേഹത്തിനെ കാണില്ല ഇത്ര വായത്തത്തോടുകൂടി വ്യത്യാസത്തിൽ നിർമ്മാണം ആപത്ത് രക്ഷിച്ചിന് ആരോഗ്യം ഒരു പരീക്ഷണമാണ്. ബന്ധുമിത്രാദികളോടുകൂടി കുടുംബാംഗങ്ങളോടുകൂടി അല്ലേ ഈ 4-ാം പടത്തിൽ ഇവിടെ അല്ലേ ഭഗവാനെ കാണാനായി ഇതിനകത്തോട് എല്ലാ കാലങ്ങളിലും ഒരേ ചെയ്യാന്ന് പറഞ്ഞു ചെയ്യുന്ന